ഞങ്ങളിപ്പം ലിബിയുടെ വീട്ടിലോട്ട് അളിയൻ വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അപ്പം ആലപ്പുഴയിലോട്ട് അതിൻ്റെ വിലകളും കാര്യങ്ങളും തിരക്കാനായിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. അവിടെ ചെന്നിട്ട് വില തിരക്കുക. പിന്നെ ചിലപ്പം ഈ കോഴീനെ വിൽക്കുന്ന അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കോഴീനെ വാങ്ങിക്കും. എടുത്തെടുത്ത് വാ. അതിലേക്ക് ടാറ്റ കൊടുക്കും. പെർഫ്യൂം കുറേ വാരത്തെ തേച്ചിട്ടുണ്ടല്ലോ. ഞാൻ തുമ്മും. എനിക്ക് ഇങ്ങനെയുള്ള ഹാർഡ് സ്മെല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തുമ്മും. നമ്മൾ സിഗ്നലിൽ കിടക്കുക. ആദ്യം പോകുന്നത് മറ്റേ ഇതുണ്ടാന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കോഴി ഉണ്ടാന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോകും. എന്നിട്ട് കോഴി ഉണ്ടെങ്കിൽ അവിടുന്ന് കോഴിനെ വാങ്ങിക്കണം. അപ്പം തന്നെ കോഴീനെ വാങ്ങിച്ചിട്ട് പോകും. അവിടെ ആദ്യം ഉണ്ടാന്ന് നോക്കട്ടെ. എനിക്കിപ്പോൾ തോന്നുന്നു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കാണുമോയെന്ന് അറിയത്തില്ല. എന്നാലും നോക്കണം. നമ്മളവിടെ ചെന്നപ്പോൾ കോഴി ഇല്ലായിരുന്നു കേട്ടോ. കോഴി അവിടുന്ന് പിന്നെ പോയെന്ന് പറഞ്ഞു. അയാൾ പൊങ്കൽ എന്തോ കഴിഞ്ഞപ്പോൾ അവിടുന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ചിലപ്പോൾ കളക്ടറിൻ്റെ അവിടെ കാണുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ മറ്റേ കടയിലോട്ട് പോകും സാധനങ്ങളുടെ വില തിരക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ കളക്ടറേറ്റിന് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല കോഴി. നമ്മുടെ ഇവിടുത്തെ പുതിയതായിട്ട് പണി കഴിപ്പിച്ച പാലം ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞോ? 9/3/2024 ഉദ്ഘാടനം. വൈറ്റിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ളത് വേറെ കളറാന്ന് പറഞ്ഞത്. ഈ കളർ ശരിയാ. വൈറ്റ് കളറിനൊരു ഇതില്ല. ഈ മോഡൽ കുറച്ച് കളയാതെ ഈ മോഡലൊക്കെ അല്ലേ ഈ ഒരു കളറും ഈ ഒരു ആ കളറൊക്കെ നല്ലതാണ്. ഇവിടുന്ന് ആരും വാഷിംഗ് മെഷീൻ എടുത്തിട്ട് പോയി. ഇവിടുന്ന് കൊണ്ടുപോയി അപ്പുറത്ത് അവിടുന്ന് കൊണ്ടുപോയി. എത്ര റേറ്റാ വാഷിംഗ് മെഷീൻ? വരുന്നത് 6 kg ആ ഒരു മോഡൽ. പിന്നെ വൈറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 28 28 പിന്നെ ബാക്കിയുള്ള കളറൊക്കെ വരുമ്പോൾ 32 സംതിങ് വരും അല്ലേ? അതാണൊരു ഡിഫറൻസ് ഉള്ളതെന്ന്. എന്ന് പറയുന്നത് അങ്ങനെ വ്യത്യാസം വരും. ഞങ്ങൾ കളക്ടറേറ്റിന്റെ വഴിയാണ് വന്നത്. പക്ഷെ ഇവിടെ ഇല്ല, കോഴിയുടെ പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കോഴിക്കാരെ വീട്ടിൽ പോയി കാണും. ഇവിടെ ബ്രിഡ്ജിന്റെ പണി നടക്കുക. സൂര്യനൊക്കെ ഉണ്ടാവും. നല്ല എന്ത് ഭംഗിയാ അല്ലേ? എന്ത് ഭംഗിയാ നോക്കി. ഇതൊരുത്തരം മുടിയൊക്കെ നോക്കിയത്. ഞങ്ങള് ബീച്ചിൽ വന്നു. അവിടെ ഞങ്ങള് കോഴി ഇത്ര നേരത്തെ അല്ല. ഇതെനിക്ക് സാധാരണ എപ്പോഴും ഇരുട്ടി വരുന്നത്. ഇപ്പൊ നേരത്തെ വന്നു. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. എനിക്ക് ഭയങ്കര എന്തെങ്കിലും കഴിക്കണം. എന്തെങ്കിലും എനിക്ക് വിശക്കുന്നു. ഇതുമല്ല കോളിഫ്ലവർ എന്തെങ്കിലും ബജ്ജി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ ജസ്റ്റ്. ഞാൻ അവിടെയൊക്കെ ആളുണ്ട് കേട്ടോ നിറച്ച്. ഓക്കെ, നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നടന്നില്ല. കോഴി വാങ്ങിക്കണം എന്നുള്ളത്. പക്ഷേ കോഴി നമുക്കുണ്ടല്ലോ ഓൾറെഡി 5 എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ഒരു 3 എണ്ണം കൂടെ വാങ്ങിക്കാന്നുള്ള ഇതിലാണ് പോയത്.
പിന്നെ ഇപ്പോൾ ബീച്ചിൽ വന്നു, അതൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പോവാ വീട്ടിലോട്ട്. ഇവിടെ ഇരിക്കാം കുഞ്ഞുങ്ങളെ, വാ കുഞ്ഞുങ്ങളെ. ജസ്റ്റിലെയാണ് സാധനമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കളിക്കാൻ. രാത്രിയായി, സമയം എത്രയായി? 6:56. ജസ്ലിൻ്റെ ഇവിടെ നിന്ന് കളിക്കുക, പാവം ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുക. നമുക്ക് പോവാം, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകും. നമുക്ക് കോഴി വാങ്ങിക്കാൻ പറ്റില്ല. ജസ്ലിനെ കോഴി വാങ്ങിക്കാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു, പക്ഷെ നടന്നില്ല. വീട്ടിൽ കോഴി ഉണ്ടല്ലോ, വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പൊ കോഴി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, പിന്നെന്താ ഇനി മേടിക്കുക. അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു.